നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 20 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഇനി വരുന്ന 10th പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ട് നിർബന്ധമായും നോക്കിയിരിക്കേണ്ട 20 ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, നേർക്കാഴ്ചയാണ്. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി വഴിയിട്ട് നമ്മൾ കാഴ്ച പരിമിതി കണ്ടെത്തുന്നവർക്ക് അവരുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയുടെ ക്രമത്തിൽ സൗജന്യ കണ്ണടയും സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ കാഴ്ച പരിമിതി കണ്ടെത്തുന്നവർക്ക് അവരുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയുടെ ക്രമത്തിൽ സൗജന്യ കണ്ണടയുടെ വിതരണം കൂടി ഈ പദ്ധതി വഴി നടക്കുന്നുണ്ട്. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? നേർക്കാഴ്ച പദ്ധതി. എല്ലാവർക്കും നേത്രാരോഗ്യം എന്നതാണ് ലക്ഷ്യം. അടുത്തത്, കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദീപ്തിയാണ്. ഇത് 2026 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അടുത്തത്, 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി, മിഴി. മിഴി എന്തിനാണ്? 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മിഴി. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനായുള്ള പദ്ധതി ഏതാണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജനനി ജന്മരക്ഷാ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ജനനി ജന്മരക്ഷാ പദ്ധതി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ഗർഭാവസ്ഥയുടെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആ ഒരു കാലയളവിലുള്ളവർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം പോഷകാഹാരം ലഭിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന കേരളത്തിലെ പ്രധാന ചികിത്സാ പദ്ധതി. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന കേരളത്തിലെ പ്രധാന ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, സാന്ത്വനമാണ്. കിടപ്പിലായവർക്ക് വീടുകളിലെത്തി സാന്ത്വനം നൽകുന്നു അല്ലേ? അപ്പോൾ കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന കേരള സർക്കാരിന്റെ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി എന്താണ്? കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, ജനനി. ജനനിയാണ് കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്ത് പദ്ധതി? എന്തിനു വേണ്ടിയിട്ടാണ്? വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം ഇച്ചിരി വലിയ ചോദ്യമാണ്. ഗാർഹിക പീഡനം, ദുരുപയോഗം, അനുബന്ധ ആരോഗ്യ വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സമഗ്രമായ മാനസിക, ശാരീരിക, സാമൂഹിക ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി എന്താണ്? ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം,
ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ലഭിക്കുന്നത്. എങ്ങനെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്? ഗാർഹിക പീഡനം, ദുരുപയോഗം, അനുബന്ധ ആരോഗ്യ വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. ഇവർക്ക് എന്താണ് നൽകുന്നത്? സമഗ്രമായ മാനസിക, ശാരീരിക, സാമൂഹിക ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തര ഓപ്ഷൻ സി ആണ്, സീതാലയം. സീതാലയം. ഈ ഗാർഹിക പീഡനം, ദുരുപയോഗം, പിന്നെ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ ആരോഗ്യക്ഷേമ പരിപാടിയാണ് സീതാലയം. എന്താണ്? സീതാലയം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നമ്മൾ എല്ലാ എക്സാമിനും കാണുന്ന ഒരു ചോദ്യമായിരിക്കും, മൃതസഞ്ജീവനിയെ കുറിച്ച്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൃതസഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം അല്ലെ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. ശരിയാണ് അല്ലെ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്? മൃതസഞ്ജീവനി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ പദ്ധതി 2012 ഓഗസ്റ്റ് 12 നിലവിൽ വന്നത്. അതും കറക്റ്റ് ആണ് കേട്ടോ. നോക്കിക്കോ, 2012 ഓഗസ്റ്റ് 12 നിലവിൽ വന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണോ? അല്ല. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ശ്രീ മോഹൻലാൽ ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ ആണ്. ശരിയാണ് അല്ലെ. ആ കുഞ്ഞുവാവയായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. എത്ര മാസമാണ് അതിന് പ്രായം ഉണ്ടായിരുന്നത്? 10 മാസമാണ് പ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പൊ ഇതിൽ 1, 2, 4 ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി എന്താണ്? കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി എന്താണ്? ഓപ്ഷൻ ബി ആണ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഈ ഒരു പദ്ധതിയിലൂടെ പ്രതിവർഷം എത്രയാണ് ലഭിക്കുന്നത്? പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതാണ്. 10ാമത്തെ ചോദ്യം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി, ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി നവീകരിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, ആർദ്രം മിഷൻ ആണ്. എന്താണ്? ആർദ്രം പദ്ധതി. 11ാമത്തെ ചോദ്യം, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ എന്താണ്? മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൽഡർ ലൈൻ ആണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് എൽഡർ ലൈൻ. ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്നുള്ളത് നോക്കി വെച്ചു. ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ ആണ് 14567. 14567. അതാണ് അതിന്റെ ടോൾ ഫ്രീ നമ്പർ. 12ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ പൂർണ്ണ ആരോഗ്യ സേവന പ്ലാറ്റ്ഫോം ആയ ദിശയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? അപ്പൊ കേരള സർക്കാരിന്റെ പൂർണ്ണ ആരോഗ്യ സേവന പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ദിശ. ഇനി ദിശയുടെ ടോൾ ഫ്രീ നമ്പർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ദിശയുടെ ടോൾ ഫ്രീ നമ്പർ? ഓപ്ഷൻ ബി ആണ്, 1056. 13ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളും പോഷകാഹാരക്കുറവും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്താണ്? ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്കൂൾ തലത്തിലാണ് നടക്കുന്നത്. എന്തിനാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളും പോഷകാഹാരക്കുറവും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംസ്ഥാന ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി കൊണ്ടുവരുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചത്. പദ്ധതിയുടെ പേരെന്താണ്?
ഓപ്ഷൻ ബി ആണ്. സ്കൂൾ തലമായതുകൊണ്ട് തന്നെ ബാലമുകുളം, കുട്ടികളല്ലേ, ബാലമുകുളം എന്ന് പറയുന്ന പദ്ധതിയാണ് ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി. 14-ാം ചോദ്യം, മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി എന്താണ്? മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി. അപ്പൊ ഏകോപിപ്പിക്കുകയാണ് അല്ലെ. ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഏകാരോഗ്യം അല്ലെ. ഏകാരോഗ്യം പദ്ധതിയാണ് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി. ക്ലിയർ ആയല്ലോ അല്ലെ. അടുത്ത ചോദ്യം, വൃക്ക, കരള്, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവര്, ഡയാലിസിസിന് വിധേയമാക്കുന്നവര് എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമാശ്വാസമാണ്. സമാശ്വാസം പദ്ധതി എന്താണ്? വൃക്ക, കരള് തുടങ്ങിയ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവര്, ഡയാലിസിസിന് വിധേയമാകുന്നവര്, ഇവർക്കൊക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അടുത്തത്, കേരളത്തിൽ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി എന്താണ്? കേരളത്തിൽ APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ എത്ര വയസ്സാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണം. ആരോഗ്യ കിരണം പദ്ധതി എന്തിനാണ്? APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 17-ാമത്തെ ചോദ്യം, അഭയകിരണം പദ്ധതി പ്രകാരം ആർക്കാണ് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നത്? പദ്ധതിയുടെ പേരെന്താണ്? അഭയകിരണം. ഈ പദ്ധതി പ്രകാരം ആർക്കാണ് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന്. 50 വയസ്സിൽ, വയസ്സ് നോക്കിക്കോ, 50 വയസ്സിൽ മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്കാണോ? അല്ല, വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിനാണ് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നത്. വയസ്സ് ഓർത്തു വെക്കുക, 50 വയസ്സാണ്. വിധവകൾക്കല്ല, വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിനാണ് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നത്. പദ്ധതിയുടെ പേരെന്താണ്? അഭയകിരണം. അഭയം നൽകുന്ന വ്യക്തിക്കാണ് കൊടുക്കുന്നത്. 18-ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? അവരുടെ പേര് പോലെ തന്നെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആശാ കിരണം. അല്ല, ആശാ വർക്കർമാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആശാ കിരണം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച വിവാ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പദ്ധതിയുടെ പേരെന്താണ്? വിവാ കേരളം. എന്താണ്? വിവാ കേരളം പദ്ധതി. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സംസ്ഥാനത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന വിളർച്ച ഇല്ലാതാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ് ഈ ജനകീയ ക്യാമ്പയിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയാണ്. ഇതില് 3 ശരിയാണ്. അതായത് വിവാ കേരളം പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന വിളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്. സംസ്ഥാനത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന വിളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ്. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് വിവാ കേരളത്തിന്റെ പൂർണ്ണരൂപം. എന്താണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഈ പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. ലാസ്റ്റ് ചോദ്യമാണ്, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ്? പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, മാതൃയാനമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യന്റെ മോക്ക് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ബാക്കി കുറച്ചും കൂടി ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. അതുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക, എന്നാലേ ഞാൻ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും പുതിയ ചോദ്യങ്ങളായിട്ട് കാണാം. താങ്ക് യു.